ജമ്മുകശ്മീരിലെ 2 ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് ഹേഗിലെ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ പുറപ്പെടുവിച്ച വിധി ഇന്ത്യ തള്ളി. പാകിസ്ഥാനുമായുള്ള തർക്കപരിഹാരത്തിനായുള്ള പേരിന് വേണ്ടിയുള്ള ഈ സംവിധാനം തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്ന് ഇന്ത്യ പറഞ്ഞു. കിഷൻ ഗംഗ, റാറ്റ്ലെ ജലവൈദ്യുത പദ്ധതികൾ സംബന്ധിച്ച് പാകിസ്ഥാൻ ഉന്നയിച്ച എതിർപ്പുകളുമായി ബന്ധപ്പെട്ട കേസിൽ പുറപ്പെടുവിച്ച വിധിയെ ഇന്ത്യ തള്ളിക്കളയുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരമുള്ള ഏറ്റവും പുതിയ ഈ പ്രഹസനം ആഗോള ഭീകരതയുടെ പ്രഭവ കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മറ്റൊരു ശ്രമമാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനം തർക്കത്തിന്മേലുള്ള തങ്ങളുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നില്ലെന്നും തങ്ങളുടെ വിധി കക്ഷികൾക്ക് ബാധകമാണെന്നും ആർബിട്രേഷൻ കോടതി പറഞ്ഞു. സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം 2 പദ്ധതികളുടെ രൂപകൽപ്പനയെക്കുറിച്ച് പാകിസ്ഥാൻ എതിർപ്പുന്നയിച്ചതിനു ശേഷം പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ നടത്തുന്ന നടപടിക്രമങ്ങളെ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. 1960-ലെ സിന്ധു നദീജല കരാർ പ്രകാരം സ്ഥാപിതമായ നിയമവിരുദ്ധമായ ഈ ആർബിട്രേഷൻ കോടതി ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശത്തിലെ കിഷൻ ഗംഗ, റാറ്റ്ലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് പാകിസ്ഥാന് വാരിക്കോരി കൊടുക്കുവാനുള്ള ശ്രമമാണ് ഈ വിധിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പേരിനു വേണ്ടിയുള്ള കോടതിയുടെ രൂപീകരണം തന്നെ സിന്ധു നദീജല കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്നും അതിനാൽ കോടതി എടുക്കുന്ന ഏതൊരു തീരുമാനവും നിയമവിരുദ്ധമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കഴിഞ്ഞ ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ 1960-ലെ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുകയായിരുന്നു. കരാർ റദ്ദാക്കിയതിനാൽ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റുവാൻ ഇന്ത്യ ബാധ്യസ്ഥമല്ല.